ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു ടൈപ്പ് മാലയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്, ബീഡ്സിൻ്റെ കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളിവിടെ ജംപ് റിങ്സ് എടുക്കുന്നുണ്ട്, സൈഡ് റിങ് എടുക്കാം നിങ്ങൾക്ക്. പിന്നെ കണക്റ്റിംഗ് ചെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ലോബ്സ്റ്റർ ഹുക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫിഷ് വയർ എടുക്കുന്നുണ്ട് കേട്ടോ. ബീഡ്സ് വർക്ക് കോമ്പറ്റീഷന് പങ്കെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ ത്രെഡാണ് എടുക്കേണ്ടത്. പിന്നെ 6mm സൈസിൽ വരുന്ന ഒരു കളർ ബീഡാണ് എടുക്കുന്നത് കേട്ടോ. അതിനുശേഷം 4mm സൈസിൽ വരുന്ന വൈറ്റ് ബീഡ്സ് എടുക്കുന്നുണ്ട്. കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. വൈറ്റ് ബീഡ് എടുക്കുമ്പോൾ വൈറ്റ് ഓർ ഗോൾഡ് എടുക്കുക കേട്ടോ. പിന്നെ 6mm സൈസിൽ വരുന്ന വൈറ്റ് ബീഡ്സും. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫിഷ് വയറിൽ, അതായത് നിങ്ങളിപ്പോൾ കോട്ടൺ ത്രെഡിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കോട്ടൺ ത്രെഡിൻ്റെ ഒരെൻഡിൽ ഇതുപോലെ ഫിഷ് ഹുക്ക് കണക്ട് ചെയ്തെടുക്കുക. അത് ആഡ് ചെയ്തിട്ട് കെട്ടി കൊടുക്കുക. ഓക്കെ. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ബാക്ക്ഗ്രൗണ്ടും വൈറ്റ് ബീഡ്സും വൈറ്റ് ഫിഷ് വയറും ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു ഫിഷ് വയർ കണക്ട് ചെയ്ത് കൊടുത്തില്ലേ, അത് ഈ ഒരു ഫിഷ് വയറിൻ്റെ മിഡിൽ പോർഷനിലായിട്ടാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. അതിനുശേഷം നമുക്ക് 2 എൻഡ് വരുമല്ലോ, ആ 2 എൻഡിൽ നമ്മളൊരു സൂചിയാണ് കോർത്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ കോട്ടൺ ത്രെഡ് കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൂചി വെച്ച് ചെയ്യാനായിരിക്കും എളുപ്പം ഉണ്ടാവുക കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് ഇതിരിക്കുക ഈ ഒരു ഫിഷ് വയറിൻ്റെ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏതാണോ അതിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് ഇതുപോലെ നമ്മൾ ലോബ്സ്റ്റർ ഹുക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക, കെട്ടിട്ട് അവിടെ സേഫാക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം 2 എൻഡിലും നമ്മളിതുപോലെ ഒരു സൂചി കോർത്തെടുക്കുക. ഇത് ജസ്റ്റ് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത് നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ, അല്ലാതെ അതിന് പ്രത്യേകം പേർപ്പസൊന്നുമില്ല. അതിനുശേഷം നമ്മൾ 6mm സൈസിൽ വരുന്ന വൈറ്റ് ബീഡ്സാണ് ഒരു ത്രെഡിൽ കോർത്തെടുത്തതിന് ശേഷം അടുത്ത ത്രെഡ് വെച്ചിട്ട് ക്രോസ് ചെയ്യുക. ഇതുപോലെ നമ്മൾ ക്രോസ് ചെയ്ത് അത് വലിച്ചെടുക്കുക. ഓക്കെ. അപ്പോൾ ഒരു ഫിഷ് വയറിന് തൊട്ട് താഴെയായിട്ട് ഒരു വൈറ്റ് ബീഡ് വരും. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, ഇതുപോലെ ഈ ഒരു 2 ത്രെഡ് എടുക്കുക. അതിൽ 6mm സെയിം വൈറ്റ് ബീഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം ബീഡ്സ് തന്നെ ഒരു സൈഡിൽ ഇതുപോലെ 2 പീസും മറ്റേ സൈഡിൽ ഒരു പീസും ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം 2 ബീഡ് കോർത്തിട്ടുള്ള ആ ഒരു ഫിഷ് വയർ ഉണ്ടല്ലോ, അതിലേക്ക് സിംഗിൾ ബീഡ് കോർത്തിട്ടുള്ള വയറിനെ ക്രോസ് ചെയ്തെടുക്കുക. ഓക്കെ. അതായത് 2 ബീഡ് കോർത്തിട്ടുള്ളതിൽ ഏറ്റവും എൻഡിലുള്ള ആ ഒരു ബീഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡ് ക്രോസ് ചെയ്തെടുക്കുക. നമ്മളിതിന് മുന്നേ നിങ്ങൾക്ക് മേക്കിംഗ് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും, ഇതൊക്കെ നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 4 ബീഡ്സ് വരുന്ന ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. ഈ ഒരു വർക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ പറയുക, ഇതുപോലെ തന്നെ ആദ്യം ഏതെങ്കിലും ഒരു വയറിൽ 2 ബീഡ്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ. പിന്നൊരു വയറിൽ ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ബീഡ് ഇട്ടിട്ടുള്ള ആ ഒരു എൻഡ് ഉണ്ടല്ലോ, 2 ബീഡ് ഇട്ടിട്ടുള്ളതിൽ എൻഡിലെ ബീഡിൽ ഒരു ബീഡ് ഇട്ടിട്ടുള്ള വയറിന് ക്രോസ് ചെയ്തെടുക്കുക. ഈ ഒരു കംപ്ലീറ്റ് പ്രൊസീജിയർ സെയിം രീതിയിൽ നമുക്ക് മാലയ്ക്ക് എത്രമാത്രം ലെങ്ത്ത് വേണോ അത്രമാത്രം ലെങ്ത്തിൽ, നമുക്കിപ്പോൾ ഇറങ്ങിക്കിടക്കുന്ന രീതിയിൽ നെക്ലസ് പോലെ ചോക്കർ പോലെ കിടക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത്ത് വേണ്ട. ഇൻ കേസ് നിങ്ങൾ ഷോമാല പോലെയൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുമ്പോൾ 3-4 സെറ്റുകൾ നിങ്ങൾ ചെയ്യുമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെയും ചെയ്യാം. പിന്നെ ഈ ഒരു പാറ്റേൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വലിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടൈം വേസ്റ്റ് ആവും നിങ്ങൾക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലൈനിൽ ഇതുപോലെ വൈറ്റ് ബീഡ്സ് കോർത്തെടുക്കുക, ഏതെങ്കിലും ഒരു ലൈനിൽ. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ ലൈൻ ഉണ്ടല്ലോ അതിൽ ഒരു ബീഡ് കോർത്തിട്ട് 2 ബീഡിൽ നിന്നും രണ്ടാമത്തെ ബീഡിൻ്റെ താഴെ കൂടെ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ക്രോസ് ചെയ്തെടുക്കുക. ഇങ്ങനെ 4 ബീഡ് വരുന്ന ഫ്ലവറാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് നിങ്ങൾക്ക് എന്താ പറയുക, അധികം ടൈം ലാഗ് ഇല്ലാതെ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് ഒരു ലൈനിൽ കുറച്ച് ബീഡ്സ് കോർത്തെടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബീഡ് കോർക്കുക. ആ ഒരു ബീഡ് കോർത്തിട്ട് കുറേ ബീഡ് കോർത്തെടുത്തിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് 2 ബീഡ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബീഡിൻ്റെ താഴേന്ന് മുകളിലോട്ട് ക്രോസ് ചെയ്തെടുക്കുക. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവായിരിക്കും, പറയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ വരുമായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര ലെങ്ത്തിൽ ഈ ഒരു മാല ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ എൻഡിലേക്ക് കൊണ്ടുവരുമ്പോഴും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്താ പറയുക 4 ബീഡ്സ് വരുന്ന ഫ്ലവറായിട്ട് ഇത് എൻഡ് ചെയ്യാണ് ചെയ്യണത്.
അപ്പോൾ ഇതുപോലെ നമുക്ക് വേണ്ടത്ര ലെങ്ത്തിൽ നമ്മൾ ഈ മാല ചെയ്തെടുക്കുക. അതിനുശേഷം ഇപ്പുറത്തെ എൻഡിൽ നമുക്ക് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് റിങ്ങോ അല്ലെങ്കിൽ ഹുക്ക് ആൻഡ് ചെയിൻ പോലെ വരുന്നതിൽ ചെയിൻ ഉണ്ടല്ലോ, എക്സ്റ്റൻഷൻ കൊടുക്കുന്ന ചെയിൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കണക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ കെട്ടിട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ആ ഒരു ബീഡ്സിൻ്റെ മിഡിൽ പോർഷനിൽ വെച്ചിട്ടാണ് നമ്മളത് കെട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് അത് ഡയറക്റ്റായിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു 2 ത്രെഡ് ഇവിടെ ആദ്യം ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക, അതായത് കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ട് സെക്യൂർ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ ആ ഒരു ജംപ് റിങ്ങോ അല്ലെങ്കിൽ സൈഡ് റിങ്ങോ കൊടുത്തിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തെടുക്കാം. അവിടെയും സൈഡ് റിങ് കൊടുത്തതിന് ശേഷം കെട്ടിട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാലയുടെ ബേസ് ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബേസ് ലൈൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം ഐറ്റം നിങ്ങൾക്കൊരു ബ്രേസ്ലെറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, പാദസരമായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് ചൂട്ടിയുടെ ഒക്കെ ഒരു കണക്ട് ചെയ്യുന്ന ഒരു പോർഷനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതിനൊരു പെൻഡൻറ്റും കൂടി ചെയ്ത് കൊടുത്താൽ മതി. എക്സ്ട്രാ വരുന്ന ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇതുപോലെ ബീഡ്സിൻ്റെ അകത്തോടെ ഇൻസേർട്ട് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളയാം. ഈ മാല ശരിക്കും ഇങ്ങനെ ഉപയോഗിക്കാനും നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഗോൾഡനിലൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം, ചോക്കറായിട്ട് യൂസ് ചെയ്യാം. ഞാൻ റിപ്പീറ്റഡ്ലി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇതാണ് നമ്മുടെ മാലയുടെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്തെടുക്കണം. സെക്കൻഡ് ലെയറിൽ നമ്മൾ ഈ ഒരു എന്താ പറയുക, കളർ ബീഡ് ഉണ്ടല്ലോ, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇതുപോലെ പുതിയൊരു ഫിഷ് വയർ എടുക്കുക. പുതിയ ഫിഷ് വയർ നമ്മൾ ഈ ഒരു ലോബ്സ്റ്റർ ഹുക്കിൻ്റെ ഏറ്റവും താഴെ വരുന്ന ബീഡ് ഉണ്ടല്ലോ, അവിടെ അത് ആഡ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ എന്താ പറയുക, 2 ത്രെഡ് നീളത്തിൽ ഇതുപോലെ നിങ്ങൾ എടുക്കുക കേട്ടോ. 2 ത്രെഡിൽ നിങ്ങൾ സൂചി കോർത്തെടുക്കണമെന്നില്ല, ഒറ്റ ത്രെഡിൽ കോർത്തെടുത്താൽ മതി. നമ്മൾ സിംഗിൾ ലൈനായിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ അവിടെ കെട്ടിട്ട് സെക്യൂർ ചെയ്തിട്ട് ആ ഒരു ത്രെഡിനെ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നീളത്തിലെടുക്കുന്നത് കേട്ടോ. നമ്മളിതുപോലെ എടുത്തിട്ട് നമ്മളിപ്പോൾ ആ ഒരു മുകളിലെ ബീഡിൽ കൂടെ അല്ലേ ഇത് ആഡ് ചെയ്തത്. ഇനി ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഈ 2 ഫിഷ് വയറും ഒറ്റ പോയിന്റിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ ഇതെടുക്കുക. ഈ ഒരു ഫിഷ് വയറിന് ഈ ഒരു സൂചി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കൊടുന്ന് അവിടെ നമ്മൾ കെട്ടിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിതുപോലെ ഇത് 2 വയറും ഇങ്ങനെ ഒറ്റ പോയിന്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഒരു ലൈന് വലിച്ചെടുത്തിട്ട്, അതായത് ഒരു എൻഡ് നിങ്ങൾക്ക് നീളം കുറവിൽ മതി, ഒരു എൻഡാണ് നീളം കൂടുതൽ വേണ്ടത്. കാരണം ഒറ്റ വയറിലാണ് നമ്മളിവിടെ ബീഡ്സിൻ്റെ വർക്ക് സെക്കൻഡ് ലെയർ ചെയ്യാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് അവിടെ അത് കെട്ടിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 സൂചി ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ആ സൂചീനെ നമുക്ക് അവിടെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അവിടെ കെട്ടിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിഷ് വയർ സെക്യൂർ ചെയ്ത് നിർത്താം. അതിനുശേഷം നമുക്കിവിടെ ഇതുപോലെ നമ്മുടെ അടുത്തുള്ള ആ ഒരു ഫിഷ് വയറിൻ്റെ നൂലുണ്ടല്ലോ, അത് തൊട്ടപ്പുറത്ത് വരുന്ന ബീഡ്സിലേക്കാണ് നമ്മൾ ഇതുപോലെ കൊടുക്കുന്നത്. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതിനുശേഷം ഒരു 6 mm വൈറ്റ് ബീഡ്, കളർ ബീഡ്, വൈറ്റ് ബീഡ്, ഈ ഒരു പാറ്റേണിൽ നമ്മൾ ബീഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഒരു ബീഡ്സ് കോർത്തെടുത്തിട്ടുള്ള ആ ഒരു സെയിം ബീഡിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ റിവേഴ്സ് എടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് 4 പെറ്റലുള്ള 4 ബീഡ്സുള്ള ഒരു ഫ്ലവർ ഇവിടെയും കിട്ടും. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇതുപോലെ ഇത് കണ്ടോ, ഇതുപോലെ കിട്ടി. അതിന് ശേഷം തൊട്ട് മുകളിലുള്ള ബീഡിൽ കൂടെ സൂചി ഇതുപോലെ കൊണ്ടുപോയിട്ട് ഇതാണ് നമ്മൾ തൊട്ട് മുകളിലുള്ള ബീഡിൽ കൂടെയാണ് അത് കൊണ്ടുപോയത്. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള, നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും കേട്ടോ. ഇതുപോലെ എടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെയുള്ള ബീഡിൽ കൂടെ എടുക്കുക.
തൊട്ട് താഴ്ഭാഗത്ത്. അതിൻ്റെ അടുത്ത ബീഡിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന അടുത്ത ബീഡ് ഇതാണ്. അതിൽ കൂടെ നമ്മൾ സൂചി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇതുപോലെ ചെയ്തില്ലേ? ഇനി ഈ ഒരു സ്റ്റെപ്പിൻ്റെ ശേഷം നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു സെയിം പ്രൊസീജിയർ, ഒരു വൈറ്റ് ബീഡ്, ഒരു കളർ ബീഡ്, പിന്നെയും ഒരു വൈറ്റ് ബീഡ് ആഡ് ചെയ്യുക. സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ഇത് നമ്മൾ മാലയുടെ എൻഡ് വരെയും ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഈ ഒരു എൻഡ് നമ്മൾ എന്ത് ചെയ്യുക, കെട്ടിട്ടിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതെ, നമ്മൾ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിൽ നമുക്ക് കിട്ടും. ഇതും ഈ ഒരു സെയിം ടൈപ്പ് നമുക്ക് നെക്ലെസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ 4mm ബീഡ്സ് ഉപയോഗിച്ചിട്ട് ഒരു ലെയർ കൂടി മാല ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതുപോലെ കളർ ബീഡിൻ്റെ തൊട്ട് മുകളിലുള്ള വൈറ്റ് ബീഡ് ഉണ്ടല്ലോ, അതിൽ കൂടെ ഇങ്ങനെ സൂചിയും നൂലും ഇൻസേർട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബീഡിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക. ഇത് കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു ബീഡിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് കളർ ബീഡിൽ കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അവിടെ നമുക്ക് ആ ഒരു ഫിഷ് വയർ നല്ല നീളത്തിലെടുത്തിട്ട്, അത്യാവശ്യം ഒരു 2.5 മീറ്ററിൽ കൂടുതൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കണക്ഷൻ കൊടുക്കേണ്ടി വരും. എന്നിട്ട് ഇതുപോലെ നല്ല നീളത്തിലെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ കെട്ടിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. നമ്മളിതിനെ കെട്ടിട്ട് സെക്യൂർ ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന ഒരു ത്രെഡ് ഉണ്ടല്ലോ, ആ ഒരു ത്രെഡ് നിങ്ങൾ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതിനുശേഷം നമ്മളിനി 4mm ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ലെയർ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ ആ സൂചിയിലേക്ക്, ഇപ്പോൾ നമ്മുടെ സൂചി നിൽക്കുന്നത് കളർ ബീഡിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ. ഇതുപോലെ 5 വൈറ്റ് ബീഡ്സ്, ബീഡിൻ്റെ സൈസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ കറക്റ്റ് സൈസ് എടുത്താലാണ് നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിലും ഭംഗിയിലും നിങ്ങൾക്ക് ആ ഒരു മാല കിട്ടുള്ളൂ. ഓക്കെ, ഇതുപോലെ എടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന കളർ ബീഡിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ബീഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സൂചിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ ഷേപ്പ് കിട്ടിയില്ലേ. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന വൈറ്റ് ബീഡിൽ കൂടെ നമ്മൾ ഈ ഒരു സൂചി ഇൻസേർട്ട് ചെയ്തെടുക്കുക. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള വൈറ്റ് ബീഡിൽ കൂടെ എടുക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു സൂചി നൂലും നമ്മുടെ അടുത്ത കളർ ബീഡ് ഉണ്ടല്ലോ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള വൈറ്റ് ബീഡിൻ്റെ അങ്ങോട്ട് എത്തിച്ചാൽ മതി. അതാണ് മെയിനായിട്ടുള്ള ടാസ്ക്.
അത് നമുക്ക് മാലയിൽ വിസിബിൾ അല്ലാത്ത രീതിയിൽ നമ്മൾ ആ ഒരു ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുവരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മളിതുപോലെ നൂലെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കളർ ബീഡിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ആ ഒരു 6 mm വൈറ്റ് ബീഡിലേക്ക് നമ്മൾ ഈ ഒരു നൂലിനെ എത്തിച്ചു കൊടുക്കുക. ഓക്കെ. നമ്മളിതേ ആ ഒരു കളർ ബീഡിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള വൈറ്റ് ബീഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള സെയിം പ്രൊസീജിയർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 4 mm ബീഡ്സ് ഉണ്ടല്ലോ, അത് 5 പീസ് കോർത്തെടുക്കുക. ഇത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷെ ചെയ്തെടുത്ത ഏറ്റവും ഈ ഒരു നെക്ലസ് ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു പ്രൊസീജിയറാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇതുപോലെ 5 വൈറ്റ് ബീഡ്സ് 4 mm സൈസിൽ വരുന്നത് കോർത്തെടുക്കുക. അത് കളർ ബീഡിൻ്റെ തൊട്ടടുത്തുള്ള 6 mm ബീഡിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു സൂചി നൂല് അടുത്ത കളർ ബീഡിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു വൈറ്റ് ബീഡ് ഉണ്ടല്ലോ അതിൻ്റെ അകത്തേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതിൽ നിന്ന് പുറത്ത് വരുന്ന രീതിയിൽ നമ്മളിതിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. മാലയിൽ വിസിബിൾ അല്ലാത്ത രീതിയിൽ ചെയ്തെടുക്കുക. ഇതാണ് ഇനി മാല കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 ലെയർ വരുന്ന മാല ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റെപ്പിൽ നമ്മൾ ബീഡ്സ് ആഡ് ചെയ്തിട്ട് ഈ ഒരു ഫിഷിംഗ് വയർ അതല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ ത്രെഡ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാല ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ത്രെഡ് ഏതാണോ അത് ഇതുപോലെ ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് എൻഡിൽ കൊടുത്തിട്ട് കെട്ടിട്ട് സെക്യൂർ ചെയ്ത് നിർത്തുക. അപ്പോൾ നമ്മുടെ മാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ വരുന്ന ത്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതിന് നമുക്ക് എക്സ്റ്റൻഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ബാക്ക് ത്രെഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കണക്ഷൻ കൊടുക്കാം. കുറച്ചുകൂടി ലെങ്ത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ആദ്യം ഒരു ചോക്കർ, പിന്നെ ഒരു നെക്ലസ്, ഇത് വേണമെങ്കിൽ 3-മത്തെയോ 4-മത്തെയോ മാലയായിട്ട് നിങ്ങൾക്ക് ബീഡ്സ് വർക്ക് കോമ്പറ്റീഷനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക്